الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി തഖ്വയോടുകൂടെ ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ സദ്വൃത്തരായ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നടത്തപ്പെടുന്നത്. നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ അതിനുവേണ്ടി നിയ്യത്ത് ചെയ്ത് തയ്യാറായി യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തന്നെ നമ്മിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ നാം സൂചിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ബലി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അതിനുവേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചതും അതിനുവേണ്ടി തയ്യാറായതും ഹജ്ജിന്റെ ശ്രേഷ്ഠതയുമൊക്കെയാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇബ്രാഹിം നബിയെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിം, പ്രവാചകരെ താങ്കൾക്കിതാ നാം വഹി അറിയിക്കുകയാണ്, അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഹനീഫായ വക്രതയില്ലാത്ത ഋജുമാനസ്കനായ മാഇലത്തുൻ ഇല തൗഹീദ് എന്നാണ് കാണാൻ കഴിയുക. ഹനീഫിന്റെ അർത്ഥം അഥവാ കൃത്യമായി തൗഹീദ് ഉൾക്കൊള്ളുന്ന, ശിർക്കിന്റെ യാതൊരു തരത്തിലുള്ള ലാഞ്ചനയും ജീവിതത്തിലില്ലാത്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ താങ്കൾ പിൻപറ്റണം. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരു മുശ്രിക്കായിരുന്നില്ല, ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. സൂറത്തു നഹ്ലിലെ 123 വചനമാണ്. സൂറത്തു അൻആമിലെ 161 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ താങ്കൾ പറയണം, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. താങ്കൾ പ്രബോധനം നടത്തുമ്പോൾ ആളുകളോട് പ്രഖ്യാപിക്കേണ്ട ഒരു പ്രഖ്യാപനം, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്നെ എൻ്റെ റബ്ബ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തിയിട്ടുണ്ട്, ആ ഹിദായത്ത് എനിക്ക് നൽകിയിട്ടുണ്ട്, എനിക്ക് മാർഗം കാണിച്ചു തരുന്നുണ്ട്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത ശരിയായ മതത്തിലേക്ക് അള്ളാഹു എനിക്ക് മാർഗം കാണിച്ചു തന്നു. ആരുടേതാണ് ആ മാർഗം? ആര് നടന്നുപോയ മാർഗമാണത്? മില്ലത ഇബ്രാഹീമ ഹനീഫ, ഹനീഫായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചു പോയ അദ്ദേഹത്തിന്റെ ആ പാതയിലേക്ക് അള്ളാഹു എനിക്കും വഴി കാണിച്ചു തന്നിട്ടുണ്ട്. പല ആളുകളും ഇബ്രാഹിം നബിയെ കുറിച്ചിട്ട് തർക്കിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയൊരു വിഗ്രഹം കഅബയുടെ ചുമരിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളും മാവലാദികളും വേവലാദികളും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വലിയ വിഗ്രഹത്തിന്റെ സമീപത്ത് ചെന്ന് അവര് പറയും. ജൂതന്മാർ അവിടേക്ക് ചെല്ലുന്നുണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവർ ചെല്ലുന്നുണ്ട്, മുശ്രിക്കുകൾ ചെല്ലുന്നുണ്ട്. എല്ലാവരും പറയുന്നു, ഞങ്ങളെ ആളാണ്, ഞങ്ങളെ ബൈബിളിലുണ്ട്, ഞങ്ങളെ പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, അബ്രഹാം പ്രവാചകൻ, അബ്രഹാം ഞങ്ങളുടെ ആളാണ്. പലരും തർക്കിക്കുന്നുണ്ട്. അവരോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ, നിങ്ങൾ ജൽപ്പിക്കുന്നത് പോലെ വാദിക്കുന്നത് പോലെ അദ്ദേഹം ഒരു ജൂതനായിരുന്നില്ല. വല നസ്രാനിയ, അദ്ദേഹം ഒരു നസ്രാനിയുമായിരുന്നില്ല, ക്രൈസ്തവനുമായിരുന്നില്ല. വലാകിൻ, പക്ഷേ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം യഥാർത്ഥ ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അതുപോലെ രൂപത്തിൽ തന്നെ അദ്ദേഹം വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് പോലെ, ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു മുശ്രിക്കുമായിരുന്നില്ല, ജൂതനായിരുന്നില്ല, ക്രൈസ്തവനായിരുന്നില്ല, മുശ്രിക്കായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥ വിശ്വാസിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഇടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റണമെന്നാണ്. സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത നിങ്ങൾ പിൻപറ്റണം എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്ന് ഒരുപാട് ഇടങ്ങളിൽ നമുക്കറിയാം. അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 124 വചനത്തിൽ പറഞ്ഞു, വഇദ് ബിതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ. അദ്ദേഹത്തെ ഇബ്രാഹിമിനെ നാം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. വ്യത്യസ്തമായ വിവിധ ഇനങ്ങളിലുള്ള വലിയ ഗൗരവമേറിയ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയനായ പ്രവാചകനാണ് അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അതിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം എന്താണോ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒന്നിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളായാലും അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിമേ, താങ്കളെ ഞാൻ മനുഷ്യർക്കുള്ള നേതാവാക്കിയിരിക്കുന്നു. ഒരു ലീഡർഷിപ്പിലേക്ക് താങ്കളെ നാം ഉയർത്തിയിരിക്കുന്നു. ആ ലീഡർഷിപ്പിലേക്ക് അദ്ദേഹത്തെ ഉയർത്താനുള്ള കാരണം എന്താണ്? അദ്ദേഹം പരീക്ഷണങ്ങളിൽ വിജയിച്ചു എന്നുള്ളതാ. അള്ളാഹ് പറഞ്ഞത് അദ്ദേഹം അനുസരിച്ചു എന്നുള്ളതാ. ഇത് ചെയ്യണോ, ഇത് ചെയ്താൽ ഇന്ന വിഷയങ്ങൾ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറ്റിയതാണോ, ഇതൊക്കെ അങ്ങനത്തെ ഒരു സംശയത്തിന് എന്താണോ റബ്ബ് പറഞ്ഞത്, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശം എന്താണോ അതിൽ മറുത്തൊന്നാലോചിക്കാതെ, ഒരു തരത്തിലുള്ള മറുചോദ്യങ്ങളില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലായാൽ അത് അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അദ്ദേഹത്തെ പിൻപറ്റാനാണ് നമ്മോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ നിയമമാണ്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ശിരസ്സാവഹിക്കാൻ വിനീതനായ ദാസന്മാരാവാൻ, അതാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തുന്നത് ഒരു ലീഡർഷിപ്പിലേക്കാണ്. ഒരു ലീഡർഷിപ്പില് നമ്മളൊക്കെ പല തരത്തിലുള്ള ലീഡർഷിപ്പിലുള്ളവരാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മക്കളുടെ സമീപത്ത്, കുടുംബത്തിന്റെ സമീപത്ത്, സമൂഹത്തിൽ, അതേ രൂപത്തിൽ പല തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിൽ നേതൃപദവിയിൽ ഉത്തരവാദിത്തങ്ങളുള്ളവർ. നേതൃപദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് നമ്മളൊക്കെ. ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക. അവിടേക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവുക എന്നുള്ളതാണ്, ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ പാഠം. അതാണ് അദ്ദേഹത്തെ പല രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മുടെ ജീവിതവും നമ്മളിങ്ങനെ ഉദ്ദേശിച്ചതുപോലെ, നമ്മളിങ്ങനെ സ്വപ്നം കണ്ടതുപോലെ, നമ്മൾ പല ഡ്രീമുകൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അതുപോലെ തന്നെയായിരിക്കില്ല നമ്മുടെ ജീവിതം. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് പെട്ടെന്ന് തളർന്നു പോകുന്ന, പതറിപ്പോകുന്ന, തകർന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറിക്കൂടാ എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഈമാനുണ്ട്. എന്റെ റബ്ബിന്റെ ഖദാ ആണിതെല്ലാം, എന്റെ റബ്ബിന്റെ പരീക്ഷണങ്ങളാണ് ഇതെല്ലാം, എന്നെ ഒന്ന് പാകപ്പെടുത്തുകയാണ് അല്ലാഹു. ഇത് നമുക്കുണ്ടാവണം ഈ ചിന്ത. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക്, സാമ്പത്തികമായ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ആകെ തകർന്നു പോയി അല്ലേ? എത്ര ആളുകളാണ് വലിയ വലിയ കോടീശ്വരന്മാരായ ആളുകൾ. ഈ തൊട്ടടുത്ത ആഴ്ചകളിലൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ എന്താണ്? വലിയ വലിയ കോടീശ്വരന്മാരായ ആളുകൾ ഒരു കടബാധ്യത വരുമ്പോഴേക്ക് നാളെയെക്കുറിച്ച് ഒരു പ്രത്യാശയില്ലാത്ത, ഒരു ശുഭപ്രതീക്ഷയില്ലാത്ത, ദൈവികമായ അടിയുറച്ച ഒരു വിശ്വാസമില്ലാത്ത, എന്റെ റബ്ബിനോട് പറഞ്ഞാൽ ഭരമേൽപ്പിച്ചാൽ അവൻ എന്നെ സഹായിക്കുമെന്നുള്ള ഒരു ദൈവിക ബോധമില്ലാത്ത, അള്ളാഹുവിൽ അചഞ്ചലമായ ഒരു വിശ്വാസം ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാത്ത എത്രയാത്ര ആളുകൾ പെട്ടെന്ന് മാനസികമായി തകർന്നു പോകുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചെല്ലുന്ന എത്ര ആളുകളാണ്. അവിടെ നമ്മൾ അടിയുറച്ച ആളുകൾ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണം അതാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള പാഠം അതാണ്. ജീവിതം പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളെ ഈമാനിന്റെ ഖുവ്വത്ത് കൊണ്ട് തരണം ചെയ്യാനും, അതിന് സബറോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ, ക്ഷമയോടുകൂടെ അതിനെ തരണം ചെയ്യാനും നമുക്ക് സാധിക്കണം. പടച്ച റബ്ബിന്റെ കൂടെയുണ്ട്. ഇന്നല്ലെങ്കിൽ ഇപ്പൊ ഒരു കയറ്റം ഇങ്ങനെ കയറുകയാണ്, ആ കയറ്റം ഇങ്ങനെ കയറി തന്നെ പോകൂലല്ലോ, കയറ്റം കയറിയ ഒരു ഇറക്കുണ്ടാകും. ഈ തരത്തിലുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാവണം. വളരെ എളുപ്പവും സുഖവും സന്തോഷം എന്നത് മാത്രം മനുഷ്യ ജീവിതത്തിൽ സംഭവ്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലെ? ഒരു ഇരുമ്പ് അത് നമ്മുടെ കയ്യിലേക്ക് ഒരു ആയുധമായി, അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായ ഒരു ഉപകരണമായി വരുന്നതിന് മുമ്പ് അതിന് വലിയ കടമ്പകളുണ്ട്. അതിശക്തമായ തീച്ചൂളയിലിട്ട് അത് പഴുപ്പിച്ച് അല്ലെ ഒരു അഗ്നിക്കിരയാക്കി വളരെയധികം അത്തരത്തിലുള്ള തീച്ചൂളകളിലിട്ട് ചുട്ടു പഴുപ്പിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഉപകരണമായി മാറുന്നത് അങ്ങനെയാണ്. അതായത് ആയുധമായിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉപകരണമായിട്ട്
നമ്മുടെ കൈവശം എത്തുന്നത് അങ്ങനെയാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതവും. അല്പം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്പം തീഷ്ണമായ പ്രതിസന്ധികളൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് ഒരു നല്ല ജീവിതത്തിലേക്ക്, സുഗമമായ ജീവിതത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കൂ. പരീക്ഷണങ്ങൾ നമ്മെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക്, ജീവിതത്തിന് വേണ്ടി പാകപ്പെടുത്തുകയാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. പുതിയ തലമുറയിൽ, പുതിയ ജനറേഷനിൽ തീരെ ഇല്ലാത്ത ഒരു സംഭവം അതാണ്. പലപ്പോഴും രക്ഷിതാക്കളാണ് കുറ്റക്കാരെന്നും ചിന്തിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുതിയ രക്ഷിതാക്കളുടെ ചിന്താഗതി എന്താ? ഞാൻ ചെറുപ്പത്തിൽ വലിയ കഷ്ടപ്പാടില്ല, ഭയങ്കര പ്രയാസങ്ങളിലാണ്, എനിക്ക് ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ടില്ലേ, നമുക്ക് പറയാനും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എന്റെ മക്കൾ ഇങ്ങനെയൊന്നും ആവരുത്, അവരൊന്നും അറിയരുത്, എന്താണോ ചോദിക്കുന്നത് അതപ്പോ കൊടുക്കുക, എന്താണോ പറയുന്നത് അസൗകര്യങ്ങൾ എല്ലാം ഒന്നും മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു പ്രശ്നവുമില്ല. എല്ലാം ചോദിക്കുന്നത് കയ്യിൽ വിരൽ തുമ്പിലേക്ക് എത്തിക്കപ്പെടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു പ്രശ്നങ്ങളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാതെ വളരുന്ന നമ്മുടെ മക്കൾ ഭാവിയിൽ നമ്മുടെ കൈവെള്ളയിൽ തന്നെയല്ല, അവർക്ക് ലോകത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, നാടുകളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ആ സമയത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ അതിനെ തരണം ചെയ്യാൻ കഴിയാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്ന ആളുകളാക്കിയിട്ടാണോ നാം അവരെ വളർത്തിയെടുക്കുന്നത്? അതല്ല, കുഞ്ഞുനാളിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിപൂർവ്വം വിവേകത്തോടു കൂടെയുള്ള ഒരു പാരന്റിംഗ് ആണോ നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പ്രബോധന വിഷയം എന്നുള്ളത്. അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടുണ്ട്, ആളുകളോട് അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, ആദ്യമായി അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുള്ളത് തന്റെ പിതാവിനോടാണ്. നമ്മൾ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ, തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സമൂഹത്തോട് അത് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് നോക്കൂ. വിഗ്രഹാരാധനയെ മുച്ചൂടം വ്യാപിച്ചു കിടന്ന ഒരു നാട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് വിഗ്രഹാരാധകനാണ്. വിഗ്രഹത്തെ തന്റെ കരങ്ങളെ കൊണ്ട് കൊത്തിയുണ്ടാക്കുന്നവനാണ്. ആ വിഗ്രഹത്തെ വിൽപ്പന നടത്തുന്നവൻ, ആ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവൻ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പല ആയത്തുകളിലൂടെയും അള്ളാഹു പരിചയപ്പെടുത്തിയത് വമാ കാന മിനൽ മുശ്രിക്കീൻ വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരു വിഗ്രഹാരാധനകാരായിരുന്നില്ല. എന്റെ നാട്, എന്റെ കുടുംബം, എന്റെ സമൂഹം, ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാനും ഇങ്ങനെയായി അല്ല. സമൂഹവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ കുടുംബവും അതൊക്കെ ഏത് രൂപത്തിലായാലും നാമും ഈ തൗഹീദിൽ അടിയുറച്ച് നിൽക്കേണ്ടവനാണ് എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങൾ, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്തിനാണ് നിങ്ങൾ ഈ കാണാത്ത കേൾക്കാത്ത ഈ വിഗ്രഹങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അറിവ് ലഭിക്കുന്നുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതി ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാം ഉപ്പ എന്ന് പിതാവിനെ ഉപദേശിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറിയണം. എല്ലാം അറിയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പറയുന്നത് എന്താണോ അതിൽ നമുക്ക് ഉത്തമമായ ബോധ്യം ഉണ്ടാവണം. തൗഹീദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തൗഹീദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമാണ് നമ്മൾ അത് പറയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഈ വിഷയം പറയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, വിഗ്രഹാരാധകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവർത്തിച്ച പ്രവർത്തനം എന്താ? അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും ഇബാദത്തുമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, സമയത്ത് നമ്മുടെ ഭാര്യമാരിൽ, മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ പല ആളുകളുണ്ടാകും.
അവിടേക്ക് നമുക്ക് ഈ തൗഹീദ് പറയാൻ സാധിക്കേണ്ടതുണ്ട്. എങ്ങനെ പറയണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാ. എങ്ങനെയാ പറയേണ്ടത്? ഇബ്രാഹിം നബി എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ പറയണം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ? യാ അബത്തി. എന്താ അതിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ട പിതാവേ. ഇത് വിളിക്കാനും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കാനും മയത്തോടെ മാന്യതയോടുകൂടെ ശിർക്ക് ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആളുകളെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ തൗഹീദ് പറയുന്നത് എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്, അല്ലേ? മറ്റുള്ളവരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയും അവർക്ക് വെറുപ്പുണ്ടാകുന്ന അനിഷ്ടകരമായ പദപ്രയോഗങ്ങളിലൂടെ അവരെ വിളിക്കുകയും അവരെ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ദഅവത്താണെങ്കിൽ അത് ഇസ്ലാമികമായ ദഅവത്തല്ല എന്നും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃകയല്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഫിർഔന്റെ സമീപത്തേക്ക് ചെന്ന് ദഅവത്ത് നടത്താൻ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ? നിങ്ങൾ രണ്ടും ഫിർഔന്റെ സമീപത്തേക്ക് പോകണം. ഹാറൂൻ നബിയോടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫിർഔനോട് സംസാരിക്കുമ്പോൾ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ വളരെ സോഫ്റ്റ് വേർഡ്സ് വേണം, സോഫ്റ്റ് പദങ്ങൾ വേണം, വളരെ മയമുള്ള പദങ്ങൾ വേണം അവനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ. അല്ലേ? നമ്മൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് വാട്സപ്പിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ, ഒരു വീഡിയോ സന്ദേശത്തിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ ഏത് പദപ്രയോഗങ്ങളാണ്. അതുപോലും ദഅവത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളത് അല്ലാഹു പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സൗമ്യമായി കൊണ്ട് ദഅവത്ത് നടത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ വിഷയം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇത് പറയാനുള്ള ഒരു കാരണം ആരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ഉപദേശിക്കുന്ന സംസാരത്തിൽ പറഞ്ഞത് യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. അദ്ദേഹത്തിന് തന്റെ പിതാവിനോട് ഇത് പറയാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഈ ആയത്തിൽ നിന്നാണ്, ഈ പദപ്രയോഗത്തിൽ നിന്നാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയുണ്ടാകുമെന്ന് എനിക്ക് ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പിതാവിന് അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ് തൗഹീദ് പറയല്? നമ്മൾക്ക് തൗഹീദ് പറയാനുള്ള പ്രചോദനം എന്താണ്? നമ്മൾ മറ്റുള്ളവരോട് തൗഹീദ് പറയുമ്പോൾ നമുക്കുള്ളിൽ സ്നേഹമുണ്ടോ? നമുക്ക് ഈ ഭയമുണ്ടോ? ഈ ഭയത്തിൽ നിന്നും അവരോടുള്ള സ്നേഹം കൊണ്ടുമാകണം തൗഹീദ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാ മറ്റുള്ളവരെ പരിഹസിക്കാനും കളിയാക്കുവാനും ഇകഴ്ത്താനും സാധിക്കുക? ഇല്ല, അതവർക്ക് സാധിക്കുക. അല്ലാഹു പഠിപ്പിച്ച തൗഹീദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദഅവത്ത്, ഇതാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ, ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദഅവത്ത് എങ്കിൽ അവിടെ മറ്റുള്ളവർക്ക് പ്രയാസങ്ങളില്ലാതെ തന്നെ അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതിന്. ഇത്തരം പാഠങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദുൽഖഅദ മാസത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ പവിത്രമായ 3 മാസങ്ങൾ, ദുൽഖഅദ മാസവും ദുൽഹിജ്ജയും മുഹറവും ചേർന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതിൽ അള്ളാഹു പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. നമുക്ക് പ്രവേശിക്കാനുള്ള ഈ 10 ദിവസങ്ങൾ ഇബാദത്തുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ അഫ്ദല മിനൽ അമലി ഫീ ഹാദിഹി. ഈ 10 ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കുള്ള ശ്രേഷ്ഠത മറ്റൊരു ദിവസങ്ങളിലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കില്ല.
അത്രമേൽ മഹത്തരമാണ് ഈ 10 ദിവസങ്ങൾക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജിഹാദിന് വലിയ പ്രതിഫലം ഉണ്ടല്ലോ, ജിഹാദിന് ഇതിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാകൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു, ജിഹാദിനുമില്ല ഒന്നൊഴികെ, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരാൾ യുദ്ധത്തിന് പുറപ്പെട്ടു, ഈ 10 ദിവസങ്ങളിൽ അല്ലാത്തൊരു സമയത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു, എന്നിട്ട് അദ്ദേഹത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരവും സമ്പത്തുമൊക്കെ ഉണ്ട്, പക്ഷേ തിരിച്ചു വരുമ്പോ സമ്പത്തോ ശരീരമോ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം ഷഹീദായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ പ്രതിഫലമുണ്ട്. അത്രത്തോളം ഗൗരവവും പ്രാധാന്യവും ശ്രേഷ്ഠതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിവസങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഹദീസുകളൊക്കെ നിരത്തി വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമേൽ ശ്രേഷ്ഠത ഈ ദിവസങ്ങൾക്കുള്ളത്? അദ്ദേഹം അതിന് പറഞ്ഞു, ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീഹി, ഇതിനകത്താണ് ആരാധനകളുടെ ഇബാദത്തുകളുടെ ഒരു സംഗമം തന്നെയാണ് ഈ ദിവസങ്ങളിലുള്ളത്. ഏതൊക്കെയാണ്? വഹിയ അസ്വല, സാധാരണ പോലെ നമസ്കാരമുണ്ട്, വസ്വിയാം, നോമ്പുണ്ട്, വസ്സദഖ, ദാനധർമ്മമുണ്ട്, വൽ ഹജ്ജ്, ഹജ്ജുമുണ്ട്, വലാ ബിതഅത്താ ദാലിക ഫീ ഗൈരി, ഇതെല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു ദിവസം വേറെയില്ല. അത് ഈ ദിവസങ്ങളിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും അതായിരിക്കാം ഇതിന് ഇത്രമേറെ ശ്രേഷ്ഠത എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതേ രൂപത്തിൽ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ദുഹയ്യത്തുമായി ബന്ധപ്പെട്ട് ഈ 10 ദിവസങ്ങൾ, ആദ്യ ദുൽഹിജ്ജ മാസത്തിന്റെ 1ാമത്തെ ദിവസമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ ഫഅറാദ അൻ യുദഹിയ, ഉദഹിയ്യത്ത് ഇറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഫലാ യഖുദു മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഹത്താ യുദഹി, തന്റെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കാൻ പാടില്ല, അതുപോലെ തന്നെ നഖം മുറിക്കാൻ പാടില്ല, ഹത്താ യുദഹിയ, അയാൾ അറവ് നടത്തുന്നതുവരെ. ഉദഹിയ്യത്തിന് നിയ്യത്ത് വെച്ച ആളുകൾ അതും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.